ഫേസ്ബുക്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റും. നിങ്ങളെ ഫോളോ ചെയ്യാത്തവരെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളെ ഫോളോ ചെയ്തേ പറ്റൂ, അതിനുശേഷമേ അവർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ പലരും യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ യൂട്യൂബ് ലൈവ് ചെയ്ത് മാത്രം വാച്ചവേഴ്സ് കൂട്ടി ചാനൽ മോണിറ്റൈസ് ചെയ്തെടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുമുണ്ട്. ഈ സെയിം സംഭവം തന്നെ നമുക്ക് ഫേസ്ബുക്കിലും ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്കിൽ നമ്മൾ എല്ലാ സെറ്റിംഗ്സും കൊടുത്ത് ശരിയായ രീതിയിൽ ഒരു ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഫോളോവേഴ്സും കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് കൂട്ടി പെട്ടെന്ന് മോണിറ്റൈസും ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എല്ലാ സെറ്റിംഗ്സും കൊടുത്ത് ശരിയായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് ലൈവ് അടിപൊളിയായിട്ട് ചെയ്യാം, അതായത് ഈ ഫോളോവേഴ്സ് കൂട്ടാനുള്ള സെറ്റിംഗ്സും കൊടുത്ത് പൈസ ഉണ്ടാക്കാനുള്ള സെറ്റിംഗ്സും കൊടുത്ത് എങ്ങനെ ഒരു അടിപൊളി ലൈവ് ചെയ്യാം, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഗ്രോ ചെയ്ത് അതിൽ നിന്ന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ എല്ലാ സെറ്റിംഗ്സും കൊടുത്ത് ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നോക്കുക, എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ആയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള എൻ്റെ അക്കൗണ്ട് ലോഗോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക ലൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ലൈവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ലൈവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നോക്കുക, ലൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ ഒരു സ്ക്രീനാണ് ഇവിടെ വന്നിരിക്കുന്നത്. യൂട്യൂബിൽ നിങ്ങൾ ലൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും ആദ്യം ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ പല ആളുകളും ചെയ്യുന്ന തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ താഴെ നോക്കുക ഗോ ലൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പലരും ഡയറക്റ്റ്ലി ഈ ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്ത് അങ്ങ് ലൈവിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട വ്യൂസും കിട്ടത്തില്ല, റീച്ചിങ് കിട്ടത്തില്ല, അതുപോലെ ഈ ലൈവിൽ നിന്ന് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനും പറ്റത്തില്ല. ഞാനിതിവിടെ പറയാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങളിൽ പല ആളുകൾക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക് സ്റ്റാർസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ലൈവ് ചെയ്യുന്നവർക്കറിയാം, പല യൂട്യൂബ് ലൈവ് ചെയ്യുന്നവർക്കും സൂപ്പർ ചാറ്റിലൂടെ ഒരുപാട് പൈസ കിട്ടാറുണ്ട്. ആ സെയിം സംഭവം തന്നെയാണ് ഫേസ്ബുക്കിൽ ഈ സ്റ്റാർസ് എന്ന് പറയുന്നത്. അതായത് കറക്റ്റായിട്ടുള്ള സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുള്ളവർക്കും ഇവിടെ അത് ഓൺ ചെയ്ത് കൊടുത്താലേ നിങ്ങൾക്ക് ഇത് മോണിറ്റൈസ് ആവത്തുള്ളൂ, ഇതിൽ നിന്ന് പൈസ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഫോളോവേഴ്സ് കൂട്ടാനുള്ള സെറ്റിംഗ്സ് ഉണ്ട്. അതുപോലെ പല തരത്തിലുള്ള സെറ്റിംഗ്സും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സിംപ്ലി ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകരുത്. സെറ്റിംഗ്സ് കംപ്ലീറ്റ് കറക്റ്റായിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ സെറ്റിംഗ്സ് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഏറ്റവും താഴെ നമുക്ക് കുറേ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ആദ്യത്തെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ നമുക്ക് ആഡ് ടു യുവർ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന ലൈവ് എന്തിനെക്കുറിച്ചുള്ളതാണ് അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ കൊടുക്കണം. നമ്മൾ യൂട്യൂബിൽ ഓരോ വീഡിയോസും ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമല്ലോ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഈ ലൈവിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഇത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്, എങ്കിലേ അതിനനുസരിച്ച് നമുക്ക് റീച്ചും കാര്യങ്ങളും കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഈ ആഡ് ടു യുവർ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ഫേസ്ബുക്ക് ലൈവ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ കൊടുക്കുന്നു. ഞാനിവിടെ ഹൗ ടു ഗോ ലൈവ് ഓൺ ഫേസ്ബുക്ക് കംപ്ലീറ്റ് സെറ്റിംഗ്സ് ഇത്ര മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ കേട്ടോ. അതുപോലെ ഇവിടെ ഹാഷ്ടാഗ്സ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനനുസരിച്ചുള്ള റീച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഹാഷ്ടാഗ് ലൈവ്, ഹാഷ്ടാഗ് ലൈവ് സ്ട്രീമിംഗ്, ഹാഷ്ടാഗ് ഫേസ്ബുക്ക് ലൈവ്, അതുപോലെ ഹാഷ്ടാഗ് ഫേസ്ബുക്ക് ലൈവ് സ്ട്രീം, ഇത്രയും ഹാഷ്ടാഗ്സ് ഞാനിവിടെ കൊടുക്കുന്നു. നിങ്ങളും ഇതേപോലെ തന്നെ ഹാഷ്ടാഗ്സ് കൊടുക്കുക. അതല്ല നിങ്ങൾ മറ്റെന്തെങ്കിലും ടോപ്പിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഹാഷ്ടാഗ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ താഴേക്ക് നോക്കുക, ഫീലിംഗ് ഓർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള ഫീലിംഗിനനുസരിച്ചുള്ള ഏതെങ്കിലും ഇമോജി നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊന്നും സെലക്ട് ചെയ്യുന്നില്ല. ഇനി ഇവിടെ ബാക്ക് വരുന്നു. ഇനി ഇവിടെ താഴേക്ക് നോക്കുക, ടാഗ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കും. ഇവിടെ നിന്നും ഏതെങ്കിലും ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ടാഗ് ചെയ്യണമെങ്കിൽ, ഈ ലൈവിനോടൊപ്പം ടാഗ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ടാഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറേ ഫ്രണ്ട്സിനെ ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ഡൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുക, ആഡ് ടു യുവർ പോസ്റ്റിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെയും മുകളിലേക്ക് നോക്കുക, ഒരു ഡൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഈ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ ഓപ്ഷൻ ആഡ് ടു യുവർ പോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഇതേപോലെ നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി അടുത്ത സെറ്റിംഗ്സ് അതിൻ്റെ താഴേക്ക് നോക്കുക, ചെക്ക് ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഈ ചെക്ക് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ ഈ ലൈവ് ചെയ്യുന്നത് ആ ഒരു ലൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല, വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെക്ക് ഇനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഞാൻ എവിടെയാണ് താമസിക്കുന്നുള്ള കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറ്റ്ന ബീഹാറിലാണെന്നുള്ളത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത് നിർബന്ധമുള്ള
എന്നുള്ള കാര്യമല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി അതിൻ്റെ താഴേക്ക് നോക്കാം, മോണിറ്റൈസേഷന് താഴെ ഏൺ മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. എനിക്കിവിടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇതിവിടെ കാണിക്കുന്നില്ല. അത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാമായിരുന്നു. പക്ഷേ എനിക്കിവിടെ സ്റ്റാർസ് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിവിടെ എനേബിൾഡ് ആണ്. അത് എനേബിൾഡ് ആയിട്ട് തന്നെ കിടക്കും. അതിൻ്റെ താഴെ നോക്കുക, ആഡ് പ്രോഡക്റ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബിൽ നമ്മൾ ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രോഡക്റ്റിനെ ടാഗ് ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് കമ്മീഷൻ കിട്ടുമല്ലോ, അതുപോലൊരു കാര്യമാണിത്. അപ്പോൾ ഇവിടെ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആമസോണിൽ നിങ്ങൾ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ആളുകളെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ആ പ്രോഡക്റ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കമ്മീഷൻ ആമസോണിൽ കിട്ടും. അപ്പോൾ ആമസോണിൽ എങ്ങനെയാണ് ഈ അഫിലിയേറ്റ് പ്രോഗ്രാം ജോയിൻ ചെയ്യുന്നത് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഈ ഫേസ്ബുക്കിലൊക്കെ കൊടുക്കാവുന്നതാണ്. അതിൽ നിന്ന് നന്നായി തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാനൊന്നും കൊടുക്കുന്നില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിലെ സേവിൽ ക്ലിക്ക് ചെയ്യണം. ഞാനിവിടെ ബാക്കിൽ പോവുകയാണ്. ഇനി അടുത്ത സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴേക്ക് നോക്കുക, ബ്രിങ് സം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. ഇതെന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിലെ ലൈവ് ടുഗദർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഒരു ഓപ്ഷനാണ്. നമ്മുടെ ലൈവിലേക്ക് നമ്മുടെ മറ്റ് ഫ്രണ്ട്സിനെയോ നമ്മുടെ ഫോളോവേഴ്സിനെയോ നമ്മുടെ ലൈവിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്, ഒന്നിച്ച് ലൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും ഫോളോവേഴ്സിൻ്റെയും കംപ്ലീറ്റ് ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ആരെയൊക്കെയാണോ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടത് അവരെ ഇതേപോലെ ടിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡണ്ണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഇവിടെ നമുക്ക് എത്രമാത്രം സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ആവുന്നുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം അറ്റ് എ ടൈം നമുക്ക് 3 പേരെ മാത്രമേ ഒറ്റ ലൈവിലേക്ക് നമുക്ക് ഒരു പ്രാവശ്യം ലൈവിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പുതിയ ഒരാളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഓൾറെഡി ജോയിൻ ആയിട്ടുള്ള 3 പേരിൽ ആരെങ്കിലും 1-2 പേര് പോയാൽ പുതിയ ഒരാളെ നമുക്ക് ആ ലൈവിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആരെയൊക്കെ സെലക്ട് ചെയ്യണോ അവരെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ടാഗ് എ ബ്രാൻഡ് പാർട്ട്ണർ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കത്തില്ല, പക്ഷേ ഇൻ ഫ്യൂച്ചർ നിങ്ങളിൽ പലർക്കും യൂസ്ഫുൾ ആയി വന്നെന്ന് വരാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്യുന്ന ലൈവ് ഏതെങ്കിലും ബ്രാൻഡിൽ നിന്നും പൈസ മേടിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ബ്രാൻഡിനെ കൂടി നിങ്ങൾക്ക് ഈ ലൈവിനോടൊപ്പം ടാഗ് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കുക, ബ്രാൻഡ് സെർച്ച് ചെയ്യാനുള്ള ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ വോഡഫോണിന് സെർച്ച് ചെയ്യുന്നു. ഇവിടെ നോക്കുക, വോഡഫോണിൻ്റെ പല സ്ഥലങ്ങളിലുള്ള ഓഫീസുകളുടെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു വോഡഫോൺ ഐഡിയ ലിമിറ്റഡ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇതേപോലെ അവരെ നമുക്ക് നമ്മുടെ ഈ ലൈവിനോടൊപ്പം നമുക്ക് ടാഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സേവിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്കിവിടെ അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് ഞാനിവിടെ ക്രോസ് ചെയ്യുന്നു. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് ഇവിടെ താഴേക്ക് നോക്കുക, അലോ വ്യൂവേഴ്സ് ടു ഷെയർ ക്ലിപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈവിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് നമ്മുടെ വ്യൂവേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ക്ലിപ്പ് ചെയ്ത് അവരുടെ അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. ഇത് ഓൺ ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമുക്ക് തന്നെയാണ് പ്രയോജനം, നമുക്ക് എൻഗേജ്മെൻറ്റും റീച്ചും കൂട്ടി കിട്ടുകയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ ഇവിടെ എഴുതിയിട്ടുണ്ട് റീവൈൻഡ് വിൽ ബി എനേബിൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈവ് ഒരു പർട്ടിക്കുലർ പാർട്ടിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് ഇവിടെ നിന്നും പുറകോട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടാണ് അവർക്ക് ക്ലിപ്പ് ചെയ്യണമെങ്കിൽ റീവൈൻഡ് ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിവിടെ ഓൺ ആകും എന്നാണ് അവർ പറയുന്നത്. ഇത് പറയാൻ കാരണം കുറച്ചുകൂടെ താഴേട്ട് പോകുമ്പോൾ ഇവിടെ റീവൈൻഡ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എനിവേ ഇത് നിങ്ങൾ ഓൺ ചെയ്ത് തന്നെ കൊടുക്കുക. ഇനി അടുത്തത് ഇവിടെ നോക്കുക, പോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതായത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ക്രിയേറ്റ് എ ന്യൂ പോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പുട്ടപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ഡു യു ലൈക്ക് ദിസ് ലൈവ്? ഓപ്ഷൻ 1 യെസ്, ഓപ്ഷൻ 2 നോ. അതുപോലെ സെറ്റ് വോട്ടിംഗ് ടൈം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വോട്ടിംഗ് ടൈം 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വ്യൂവേഴ്സിനെ എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റും. ഇപ്പോൾ ഈ ഓരോ വ്യൂവേഴ്സിനും ഈ ക്വസ്റ്റ്യനനുസരിച്ച് യെസ് അല്ലെങ്കിൽ നോ എന്ന് അടിച്ചുകൊണ്ടേയിരിക്കും. ഈ രീതിയിൽ നമുക്ക് വ്യൂവേഴ്സിനെ നമ്മുടെ ലൈവിൽ ഇങ്ങനെ പിടിച്ചിരുത്താൻ പറ്റും, എൻഗേജ്മെൻറ്റ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെറ്റിംഗ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ സേവ് പോളിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് Q&A ആണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങളുടെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് ക്വസ്റ്റ്യൻസ് പുട്ടപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അത് അങ്ങനെ നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അത് Q&A എന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് തന്നെ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവർക്ക് ആൻസേഴ്സും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻഗേജ്മെൻറ്റ് കൂട്ടാൻ പറ്റും. നമ്മുടെ ഈ വ്യൂവേഴ്സിനെ കൂടുതൽ നേരം നമുക്ക് ആ ലൈവിൽ പിടിച്ചിരുത്താൻ പറ്റും. അതുകൊണ്ട് ഇത് ഓൺ ചെയ്ത് തന്നെ കൊടുക്കുക. ഇവിടെ ഇതേപോലെ ഓൺ ചെയ്ത് കൊടുത്ത്
കൊടുത്തിട്ട് ഇവിടെ മുകളിൽ നോക്കുക ഡൺ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്, ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തത് ഏൺ സ്റ്റാർസ് ആണ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓൾറെഡി മുകളിൽ സ്റ്റാർസ് എനേബിൾഡ് എന്ന് കണ്ടിട്ട് തന്നെയാണ് താഴേക്ക് വന്നത്. ഇവിടെ നോക്ക് എനേബിൾ സ്റ്റാർസ് ഫോർ ദിസ് ലൈവ് വീഡിയോ, അതിവിടെ ഓൺ ആണ്. എനേബിൾ AR ഗിഫ്റ്റിംഗ് അതും ഓൺ ആണ്. ഇത് നിങ്ങളുടേത് ഓഫ് ആണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ലൈവിൽ വരുന്ന വ്യൂവേഴ്സ് നിങ്ങൾക്ക് സ്റ്റാർസ് എന്ന രീതിയിൽ പൈസ അയച്ചു തരത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ അല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങളുടെ യൂട്യൂബിൽ ഈ സൂപ്പർ ചാറ്റ് എന്ന രീതിയിൽ ഈ ലൈവിൽ പൈസ ഉണ്ടാക്കുന്നവർക്കറിയാം. അവിടെ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേ രീതിയിലുള്ള കാര്യം തന്നെയാണിത്. അപ്പോൾ ഇത് ഓഫ് ആണെങ്കിൽ മസ്റ്റായിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഓപ്ഷനാണ് ഇവിടെ ഫീച്ചർ ലിങ്ക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ആഡ് ന്യൂ ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ അതിന് വ്യൂസ് കുറവാണെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുക ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തെടുക്കുന്നു. അതിനായിട്ട് ഇവിടെ നോക്കുക ഏറ്റവും മുകളിലുള്ള ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ ഷെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കോപ്പി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും ഫേസ്ബുക്കിലേക്ക് പോകുന്നു. ഇവിടെ ഞാൻ ആ ലിങ്ക് ഇതേപോലെ കോപ്പി ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നോക്കി ഞാൻ ആ ലിങ്ക് കോപ്പി ചെയ്ത് കൊടുത്ത ഉടൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇവിടെ ടൈറ്റിലിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ലിങ്ക് പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലോഗോ, ചാനലിൻ്റെ ലോഗോയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു യൂട്യൂബിലുള്ള വീഡിയോ നിങ്ങൾ കോപ്പി ചെയ്ത് കൊടുത്താലും ആ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്ത് കൊടുത്താൽ ഉടൻ തന്നെ ആ വീഡിയോയുടെ ടൈറ്റിലും ഇവിടെ വരും, ആ വീഡിയോയുടെ തംബ്നെയിലും ഇവിടെ കാണിക്കും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം അതേപോലെ കൊടുക്കാവുന്നതാണ്. കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ സേവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കുറച്ച് താഴേക്ക് നോക്കിയാൽ ഓൾ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ലിങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ആഡ് ന്യൂ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ എങ്ങനെയാണോ നമ്മൾ ആഡ് ചെയ്തത് അതേപോലെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ മുകളിൽ നോക്കി ഡൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അലൗ മെസ്സേജസ്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈവിൽ വരുന്ന വ്യൂവേഴ്സിന് അവിടെ കമൻസ് ഇടാൻ പറ്റും. ആ കമൻസ് എല്ലാവർക്കും കാണാൻ പറ്റും. അതല്ല അവർക്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജ് അയക്കണം, മറ്റാരും കാണരുതെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വ്യൂവേഴ്സിന് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓൺ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ലൈവിലൂടെ അവരോട് പറയുകയും ചെയ്യണം നിങ്ങൾക്ക് ആർക്കെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ആണ് ആ ഓപ്ഷൻ, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഷെയർ ടു സ്റ്റോറി, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഈ ലൈവ് നിങ്ങളുടെ ഫേസ്ബുക്ക് സ്റ്റോറിയിലൂടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അത് നിങ്ങൾ ഓൺ ചെയ്ത് തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന ലൈവ് നിങ്ങളുടെ ലൈവിലും പോവും, അതേപോലെ ഫേസ്ബുക്ക് സ്റ്റോറിയിലും അവിടെ കാണിക്കും. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ അത് ഉപകരിക്കും. അപ്പോൾ ഇത് ഓൺ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളിവിടെ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത സെറ്റിംഗ്സ് എന്ന് പറയുന്നത് അഡ്വാൻസ് സെറ്റിംഗ്സ് ആണ്. മാനേജ് ലൈവ് റീവൈൻഡ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഓപ്ഷൻ. അത് ഞാൻ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. റീവൈൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓൾറെഡി ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ നേരത്തെ നമ്മൾ ആളുകൾക്ക് ക്ലിപ്പ് ചെയ്യുന്നതിന് അവിടെ ക്ലിപ്പ് ചെയ്യാൻ ഓൺ ചെയ്ത് കൊടുത്താൽ ഉടൻ തന്നെ റീവൈൻഡും അവിടെ ഓൺ ആകുമായിരുന്നു. അതല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റീവൈൻഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവഴി നമുക്ക് ഇതേപോലെ ഓൺ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈവ് ഏത് പാർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ആളുകൾക്ക് പുറകോട്ട് റീവൈൻഡ് ചെയ്യായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അപ്പോൾ അത് ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെയുള്ള ലാസ്റ്റ് ഓപ്ഷൻ കമൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. കമൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ കമൻറ്റ് സെറ്റിംഗ്സ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ആർക്കൊക്കെ നിങ്ങളുടെ ഈ ലൈവിൽ നിങ്ങളെ കമൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ഡിഫോൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ നിങ്ങളുടെ ലൈവിൽ വരുന്നോ അവർക്കെല്ലാം നിങ്ങളെ കമൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ ഫോളോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ പറ്റും, മറ്റാർക്കും പറ്റത്തില്ല. മൂന്നാമത്തെ ഓപ്ഷൻ ഫോളോവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാവർക്കും നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് റെസ്ട്രിക്റ്റഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കുറഞ്ഞതൊരു 2 ആഴ്ചയെങ്കിലും ആയിട്ടുള്ളവർക്ക് മാത്രമേ നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് സ്ലോയിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും നിങ്ങളെ കമൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് 10 സെക്കൻഡിലുള്ളൊരു ഡിലേ വെക്കും, അതിനനുസരിച്ച് അവർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തതാണ് പ്രൊട്ടക്റ്റഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. പ്രൊട്ടക്റ്റഡിൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും നിങ്ങളെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം അവർ നിങ്ങളെ
ഫോളോ ചെയ്യണം. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് യൂട്യൂബിലുള്ള നമ്മുടെ സബ്സ്ക്രൈബർ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിന് തുല്യമായ ഒരു ഓപ്ഷനാണത്. ഫേസ്ബുക്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റും. നിങ്ങളെ ഫോളോ ചെയ്യാത്തവരെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളെ ഫോളോ ചെയ്തേ പറ്റൂ, അതിനുശേഷമേ അവർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ചില ആളുകൾ വിചാരിക്കാറുണ്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോളോവേഴ്സ് എന്നല്ല വ്യൂവേഴ്സ് പോലും ചിലപ്പോൾ കിട്ടത്തില്ലെന്ന്. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ച ഉചിതമായ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞ കമൻസിൻ്റെ സെറ്റിംഗ്സിലുള്ളത്. പക്ഷേ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ഓപ്ഷൻസ് കൂടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഡിസ്കഷൻ, അതായത് ആരെങ്കിലും ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള കമൻസ് 100 ക്യാരക്ടേഴ്സ് എങ്കിലും മിനിമം ഉള്ള കമൻസിനെ മാത്രം കാണിച്ചാൽ മതി. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഓൺ ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് കമൻസ് വിത്ത് ലിങ്ക്. അതായത് ആരെങ്കിലും അവരുടെ ഫേസ്ബുക്കിലെയോ യൂട്യൂബിലെയോ ലിങ്ക് കോപ്പി ചെയ്ത് ഈ കമൻസിലൂടെ ഇടുകയാണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കമൻസിൻ്റെ സെറ്റിംഗ്സിലുള്ളത്. ഇവിടെ നിങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ നോക്കുക ഡൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ കമൻറ്റ് സെറ്റിംഗ്സിന് താഴെയായിട്ട് പ്രൊഫിനിറ്റി ഫിൽറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മുടെ ലൈവിൽ വരുന്ന ചീത്ത വിളികളെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. സ്ട്രോങ്, മോഡറേറ്റ്, ഓഫ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് ആണുള്ളത്. സ്ട്രോങ് ആയിട്ടുള്ള ചീത്ത വിളികളെ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കാം. അതല്ല മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിൽ മോഡറേറ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം, മോഡറേറ്റ് ആയിട്ടുള്ള ചീത്ത വിളികൾ ഇല്ലാതിരിക്കും. അതുപോലെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളെ അവർ ഫിൽറ്റർ ചെയ്യത്തില്ല. ചീത്ത വിളികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് ചെയ്യാവുന്നതാണ്. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അതിൻ്റെ താഴെയായിട്ട് കമൻറ്റ് മോഡറേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ യൂട്യൂബ് ലൈവിലുള്ള മോഡറേറ്റേഴ്സിനെ പോലെ തന്നെയാണ്. കമൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെയോ ഫോളോവേഴ്സിനെയോ നമുക്ക് മോഡറേറ്റർ ആയിട്ട് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെയോ ഫോളോവേഴ്സിനെയോ ഇവിടെ നിന്ന് സെർച്ച് ചെയ്തെടുത്ത് അവരെ മോഡറേറ്റർ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ കമൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമ്മൾ ഇതിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കൊടുക്കാനുള്ള എല്ലാ സെറ്റിംഗ്സും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ സ്ക്രീനിൽ ഇതേപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക നമ്മൾ ആ സെറ്റിംഗ്സിൽ നിന്നും പുറത്ത് വന്നിട്ടുണ്ട്, നമ്മുടെ മെയിൻ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇവിടെയും കുറച്ച് സെറ്റിംഗ്സ് നമുക്ക് കൊടുക്കാനുണ്ട്. ഇവിടെ ഏറ്റവും മുകളിലേക്ക് നോക്കിയാൽ ഫ്ലാഷ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമ്മൾ ഈ ലൈവ് ചെയ്യുന്നത് രാത്രിയിലാണെന്നുണ്ടെങ്കിൽ, അതേപോലെ നമ്മൾ ബാക്ക് ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്ലാഷ് ഓൺ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലൂടെ. അതുപോലെ അതിൻ്റെ താഴെയായിട്ട് മ്യൂട്ട് മൈക്ക്, ഇവിടെ മ്യൂട്ട് മൈക്ക് നിങ്ങൾ ചെയ്യരുത്, ഒരിക്കലും അത് മ്യൂട്ട് ചെയ്ത് കൊടുക്കരുത്. നിങ്ങളുടെ സൗണ്ട് ലൈവിലേക്ക് പോകത്തില്ല, അത് ഓർത്ത് വയ്ക്കുക. അതിനുശേഷമുള്ളത് റൊട്ടേറ്റ്, അതായത് നമ്മുടെ ഈ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ റൊട്ടേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ളത് സ്റ്റിക്കേഴ്സ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഓപ്ഷനാണ്, സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതിനുശേഷം എൻഹാൻസ് ഓഫ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന മൈക്കിൽ ചിലപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കാം, പക്ഷേ ഇവിടെയും അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഓപ്ഷനാണ്. അതിനുശേഷം ഇവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നമുക്ക് ഈ ലൈവിന് വേണ്ടുന്ന എല്ലാ സെറ്റിംഗ്സും നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈവിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഗ്രോ ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതുപോലെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇതേപോലെ എല്ലാ സെറ്റിംഗ്സും ശരിയായ രീതിയിൽ കൊടുത്ത് നിങ്ങളൊരു ഫേസ്ബുക്ക് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വ്യൂസും റീച്ചും കൂടുതൽ കിട്ടും. അതുപോലെ ഫോളോവേഴ്സിനെയും കൂട്ടാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഈ ലൈവിലൂടെ ഒരുപാട് പൈസയും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.